നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അലാസ്കയിൽ നടന്ന ചരിത്രപരമായ ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ ഉച്ചകോടി ഫലം കാണാതെ അവസാനിക്കുമ്പോഴും മുൻപിലുള്ളത് ഒരു പ്രതീക്ഷ മാത്രം. കരാർ ഉണ്ടാകുന്നതുവരെ കരാറില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇരു നേതാക്കളും തമ്മിൽ ഒരു നിർണായക വിഷയത്തിൽ ധാരണയിൽ എത്താനായില്ലെങ്കിലും ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായതായി ട്രംപ് അറിയിച്ചു. ഏകദേശം 2.5 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷം നിരവധി കാര്യങ്ങളിൽ തങ്ങൾ യോജിച്ചതായും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ധാരണയിൽ എത്തിയില്ലെന്നും അദ്ദേഹം സമ്മതിച്ചു. അവിടെ എത്തിയില്ല, പക്ഷെ അവിടെ എത്താൻ ഞങ്ങൾക്ക് നല്ല സാധ്യതയുണ്ടെന്നാണ് ട്രംപ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതേസമയം ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. ഒരു നിർണായക കരാറിൽ എത്താൻ സാധിക്കാതെ പോയെങ്കിലും ഇരു നേതാക്കളും തമ്മിൽ ചില കാര്യങ്ങളിൽ ധാരണയിൽ എത്തിയെന്ന ട്രംപിന്റെ പ്രസ്താവന ഉച്ചകോടിയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. എന്നിട്ടും തീരുമാനമുണ്ടാകാതെ പോയത് പ്രതീക്ഷിച്ച വലിയ മുന്നേറ്റം നടന്നില്ല എന്നതിന്റെ സൂചനയായി വിലയിരുത്തുന്നു. 2ാം തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് ഒരു ലോക നേതാവിനെയും ആദരവോടെ സ്വീകരണം ഒരുക്കിയിട്ടില്ല. താനുമായി കൂടിക്കാഴ്ച നടത്തിയ മിക്ക നേതാക്കളോടും തന്റെ മേധാവിത്വം ഉറപ്പാക്കുന്ന വിധത്തിലാണ് ട്രംപ് പെരുമാറിയിരിക്കുന്നത്. തീരുവ നടപടികളിലൂടെ മിക്ക ലോകരാഷ്ട്രങ്ങളെയും ട്രംപ് വെറുപ്പിക്കുകയും ചെയ്തു. എന്നാൽ അലാസ്കയിൽ കണ്ടത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ട്രംപിനെയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ടതോടെ നല്ല അച്ചടക്കമുള്ള കുട്ടിയായി ട്രംപ് മാറിയെന്ന് പറയാം. മറ്റൊരു ലോക നേതാവിനും നൽകാത്ത പരിഗണനയാണ് ട്രംപ് റഷ്യൻ പ്രസിഡന്റിന് നൽകിയിരിക്കുന്നത്. അലാസ്കയിൽ ഉച്ചകോടിക്ക് എത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വൻ സ്വീകരണം തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഒരുക്കിയത്. റഷ്യൻ പ്രസിഡന്റിനെ കൈയടിച്ച് സ്വീകരിക്കുന്ന ട്രംപിന്റെ ദൃശ്യങ്ങൾ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. മുൻപ് മറ്റൊരു ലോക നേതാവിനും നൽകാത്ത പ്രത്യേക പരിഗണനയാണ് പുടിനെ ട്രംപിൽ നിന്ന് ലഭിച്ചതെന്ന് പുറത്തെത്തുന്ന വീഡിയോകൾ വ്യക്തമാക്കുന്നു. അലാസ്ക വ്യോമതാവളത്തിൽ എത്തിയ പുടിനെ നടന്നു നീങ്ങാൻ ചുവപ്പ് പരവതാനി വിരിച്ചത് അവിടുത്തെ US സൈനികനാണ്. മുട്ടുകുത്തിയിരുന്ന് അത് ശരിയാക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ട്. ഇതോടെ താടിയുള്ളപ്പനെ പേടിയുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും വിലയിരുത്തുന്നത്. എന്നാൽ യുക്രൈൻ ഈ പരവതാനി വിരിക്കലിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നുണ്ട്. യുക്രൈന്റെ റെസ്റ്റോറേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഏജൻസി മുൻ മേധാവി മുസ്തഫ നയിം സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് വിമർശനം ഉന്നയിച്ചത്. മുട്ടുകുത്തലിനെ വീണ്ടും മഹത്തരമാക്കൂ എന്ന അടിക്കുറിപ്പോടെയാണ് ആ ചിത്രം എക്സിൽ പങ്കുവച്ചത്. അമേരിക്കയിൽ നിന്ന് ഈ ദൃശ്യത്തിനെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. ട്രംപിന്റെ പ്രിയ സുഹൃത്തിനു വേണ്ടി ധീരന്മാരായ അമേരിക്കൻ സൈനികരെ മുട്ടുകുത്തിച്ച് റെഡ് കാർപ്പറ്റ് വിരിപ്പിച്ചത് വെറുപ്പുളവാക്കുന്നു എന്നായിരുന്നു കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമിന്റെ പ്രതികരണം. ട്രംപിന്റെ പ്രിയ സുഹൃത്തിനു വേണ്ടി ധീരന്മാരായ US സൈനികരെ മുട്ടുകുത്തിച്ചു. ഇതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2022 ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിക്കുമായിരുന്നില്ലെന്ന് പുടിൻ പറഞ്ഞത് പോസിറ്റീവ് സമീപനത്തിന് തെളിവാണെന്നാണ് റിപ്പോർട്ടുകൾ. യുക്രൈന്റെ നാറ്റോ പ്രവേശന ശ്രമങ്ങൾ പ്രകോപിതരായ 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ചത്. ഈ സമയത്ത് ജോ ബൈഡൻ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. താനായിരുന്നെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമായിരുന്നുവെന്ന് ട്രംപ് നിരന്തരം അവകാശപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും അദ്ദേഹം റഷ്യ യുക്രൈൻ യുദ്ധം ഇല്ലാതാക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നു. അധികാരത്തിലെത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം ഇല്ലാതാക്കുമെന്നായിരുന്നു അദ്ദേഹം പ്രചാരണത്തിൽ ഉടനീളം ആവർത്തിച്ചത്. ട്രംപിന്മേലുള്ള വിശ്വാസം ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സംസാരം. ഒരു ഘട്ടത്തിൽ ബൈഡനോട് സൈനിക നടപടികളുടെ ഗുരുതര പ്രത്യാഘാതങ്ങളെക്കുറിച്ചും സംസാരിച്ചിരുന്നുവെന്നും സാഹചര്യം വഷളാകുന്നത് ഒഴിവാക്കാൻ ബൈഡനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും പുടിൻ പറഞ്ഞു. 2022 മുൻ ഭരണകൂടവുമായുള്ള അവസാന കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ സഹപ്രവർത്തകനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. തിരിച്ചുവരവില്ലാത്ത അവസ്ഥയിലേക്ക് സാഹചര്യം എത്തിക്കരുതെന്നും അത് വലിയ തെറ്റിലെത്തിക്കുമെന്നും അന്ന് താൻ നേരിട്ട് പറഞ്ഞിരുന്നുവെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. തുടർന്ന് അന്ന് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നിരുന്നെങ്കിൽ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ലെന്ന ട്രംപിന്റെ വാദം ശരിവെക്കുകയും ചെയ്തു. ട്രംപും താനും തമ്മിൽ വളരെ വിശ്വസ്തമായൊരു ബന്ധം സ്ഥാപിച്ചുവെന്നും വൈകാതെ തന്നെ നല്ല കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് താൻ കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയും റഷ്യയും ശത്രുപക്ഷത്താണ്. എന്നിട്ടും ശത്രു രാജ്യത്തിന്റെ തലവനെ അമേരിക്ക വരവേറ്റത് പരവതാനി വിരിച്ച് വമ്പൻ സന്നാഹങ്ങളോടെയാണ്. പുഞ്ചിരിച്ച് കൈകൊടുത്ത് ഇരുവരും തുടങ്ങിയപ്പോൾ പ്രതീക്ഷയായിരുന്നു ലോകത്തിന്. ഷെയ്ക്ക് ഹാൻഡിൽ ട്രംപിന്റെ ഈഗോ ഇളകിയെന്ന ശരീരഭാഷ വിദഗ്ധൻ പറയുന്നു. ഇതിനൊപ്പം രണ്ടുപേരുടെയും ചുണ്ടിലെ ഭാഷ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇവരുടെയും ആഗ്രഹമാണെന്നും വിലയിരുത്തലുണ്ട്. സംയുക്ത വാർത്താ സമ്മേളനവും ശുഭസൂചനയാണ്. യുക്രൈൻ വിഷയത്തിൽ അന്തിമ തീരുമാനം അവർക്ക് വിട്ടുകൊടുക്കുകയാണെന്നും തന്റെ ഭരണകൂടം ചിന്തിക്കുന്ന കാര്യങ്ങളോട് യുക്രൈൻ യോജിക്കണമെന്നും ട്രംപ് പറഞ്ഞു.
ചർച്ചയുടെ പുരോഗതി അറിയിക്കാൻ ട്രംപ് വ്ളാഡിമിർ സെലൻസ്കിയെയും നാറ്റോ യൂറോപ്യൻ സഖ്യകക്ഷികളെയും വിളിച്ചു. പുടിന് നന്ദി പറഞ്ഞ് ഉടൻ വീണ്ടും സംസാരിക്കാം, ഒരുപക്ഷെ ഉടൻ വീണ്ടും കാണാം, വളരെ നന്ദി വ്ളാഡിമിർ എന്നും ട്രംപ് പറയുമ്പോൾ പുടിൻ ഇംഗ്ലീഷിൽ അടുത്ത തവണ മോസ്കോയിലാണോ എന്ന് ചോദിച്ച് ട്രംപിനെ അമ്പരപ്പിച്ചു. ഇത് കേട്ട് ഞെട്ടിയ ട്രംപ് അതൊരു രസകരമായ ചോദ്യമാണ്, അതിനെക്കുറിച്ച് വിമർശനം കിട്ടിയേക്കാം, പക്ഷെ നടക്കാൻ സാധ്യതയുണ്ട്, വളരെ നന്ദി, എല്ലാവർക്കും നന്ദി എന്ന് പ്രതികരിച്ചു. വെടിനിർത്തലെക്കുറിച്ച് ട്രംപോ പുടിനോ പത്രസമ്മേളനത്തെ പരാമർശിച്ചില്ല. ലോകമാധ്യമങ്ങൾ നിറഞ്ഞ ഹാളിലായിരുന്നിട്ടും ചോദ്യങ്ങളൊന്നും സ്വീകരിക്കാതെ ഇരുവരും പരസ്പരം കൈ കൊടുക്കുകയും ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത ശേഷം പുറത്തേക്ക് നടക്കുകയും ചെയ്തു. 2018 ശേഷം ആദ്യമായി മുഖാമുഖം കണ്ട ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളുമായി പ്രമുഖ ബോഡി ലാംഗ്വേജ് വിദഗ്ധൻ ജൂഡി ജെയിംസ് രംഗത്ത് വന്നു. കൂടിക്കാഴ്ചയിൽ ട്രംപ് പുടിന് അൾട്ടിമേറ്റ് ഈഗോ സ്ട്രോക്ക് നൽകിയെന്നും ഒരു സെലിബ്രിറ്റി അതിഥിയെ എന്ന പോലെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചതെന്നും ജെയിംസ് വിലയിരുത്തി. തുടക്കത്തിൽ പുടിനെ ഒരു ചാറ്റ് ഷോ ഹോസ്റ്റ് അതിഥിയെ പോലെ സ്വീകരിച്ച ട്രംപ് അദ്ദേഹത്തെ പരസ്യമായി പ്രശംസിക്കുകയും കരഘോഷം മുഴക്കുകയും ചെയ്തു. ഇതിൽ പുടിൻ അതീവ സന്തുഷ്ടനാണെന്നും സന്തോഷത്താലായിരുന്നു എന്നും ജെയിംസ് നിരീക്ഷിച്ചു. US മണ്ണിലേക്ക് പുടിനെ ക്ഷണിച്ചതും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കിയതും ട്രംപ് പുടിന് ഒരു വിജയം സമ്മാനിച്ചെന്ന വിലയിരുത്തൽ വിദഗ്ധർക്കിടയിൽ ഉയർത്തുന്നുണ്ട്. ഈ ഉന്നതതല ചർച്ചകളുടെ തുടക്കം ആശാവഹമായ സൂചനയല്ല നൽകുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. 2015 സെപ്റ്റംബറിൽ ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന UN ജനറൽ അസംബ്ലിയിലാണ് പുടിൻ ഇതിനു മുൻപ് അമേരിക്ക സന്ദർശിച്ചത്. അന്നത്തെ പ്രസിഡന്റ് ബറാക് ഒബാമയും അദ്ദേഹത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ഔദ്യോഗിക ചർച്ചകൾക്കായി മുറിയിലേക്ക് മാറിയപ്പോൾ ട്രംപിന്റെ ഭാവം പെട്ടെന്ന് മാറിയെന്നും ജൂഡി ജെയിംസ് നിരീക്ഷിക്കുന്നു. അമിതമായ സൗഹൃദ ഭാവം വെടിഞ്ഞ് ഹെവി വെയ്റ്റ് പവർ പോസ് സ്വീകരിച്ച ട്രംപ് ഗൗരവമേറിയ ഭാവത്തിൽ കാണപ്പെട്ടു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഈ കൂടിക്കാഴ്ചയെ സമീപിച്ചത്. ആദ്യഘട്ടത്തിൽ അമിതമായ ആതിഥ്യ മര്യാദയ്ക്കും സൗഹൃദ പ്രകടനങ്ങൾക്ക് ശേഷം ട്രംപിന്റെ സമീപനത്തിൽ വന്ന ഈ മാറ്റം ശ്രദ്ധേയമാണ്. ട്രംപും പുടിനും പരസ്പരം സഹായിക്കാമെന്ന വാഗ്ദാനം ചെയ്തതായി വെളിപ്പെടുത്തൽ. 6 വർഷത്തിനിടെ ആദ്യമായി നേരിൽ കണ്ടുമുട്ടിയ ഇരു നേതാക്കളുടെയും വിമാനത്താവളത്തിലെ രഹസ്യ സംഭാഷണങ്ങളാണ് ചുണ്ട് വായിച്ചപ്പോൾ പുറത്തുവിട്ടത്. ലോകമാകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷത്തിൽ അലാസ്കയിലെ എൽമൻഡോർഫ് എയർഫോഴ്സ് ബേസിന്റെ റൺവേയിൽ വെച്ചായിരുന്നു ഈ നിർണായക ചർച്ച. അക്ഷമയോടെ കാത്തുനിന്ന ട്രംപ് പുടിൻ വിമാനത്തിൽ നിന്നിറങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് ഒടുവിൽ എന്നായിരുന്നു. ഇരുവരും കൈകൊടുത്ത് നിമിഷം ട്രംപ് പുടിനോട് പറഞ്ഞു, നിങ്ങൾ എത്തി, കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം, അഭിനന്ദനങ്ങൾ, ഇതിന് മറുപടിയായി നന്ദി, നിങ്ങളെ സഹായിക്കാൻ ഇവിടെയുണ്ട് എന്ന് പുടിൻ പറഞ്ഞപ്പോൾ ഞാനും നിങ്ങളെ സഹായിക്കാം എന്നാണ് ട്രംപ് മറുപടി നൽകിയത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചും സൂചന നൽകി പുടിൻ തുടർന്നു, ആവശ്യപ്പെട്ടാൽ ഞാൻ ഇത് അവസാനിപ്പിക്കും, അവർ ചോദിച്ചാൽ മാത്രം മതി, ഇതിന് അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നെന്ന് ട്രംപ് മറുപടി നൽകി. ഇത് ചുണ്ടുകൾ വായിക്കുന്ന വിദഗ്ധന്റെ വിലയിരുത്തലാണ്.